സംസ്ഥാനത്ത് വോട്ടെടുപ്പിനിടെ വിവിധയിടങ്ങളിലായി 10 പേർ മരിച്ചു. 9 പേർ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. ഒരാൾ വണ്ടിയിടിച്ച് മരിച്ചു. പാലക്കാട് ജില്ലയിലാണ് 3 മരണം നടന്നത്. പുതുശ്ശേരി കൂമ്പറ്റ വീട്ടിൽ കണ്ടൻ 73 വയസ്സ്, ഒറ്റപ്പാലം ചുനങ്ങാട് മോഡൻകാട്ടിൽ ചന്ദ്രൻ 68 വയസ്സ്, ആലത്തൂർ കുഴൽമന്ദം തേൻകുറിശ്ശിയിൽ ശബരി 32 വയസ്സ് എന്നിവരാണ് കുഴഞ്ഞു വീണ് മരിച്ചത്. കരൾ രോഗബാധിതനായി ചികിത്സയിൽ കഴിഞ്ഞിരുന്ന വ്യക്തിയായിരുന്നു ശബരി. ആഴ്ചകളായി കനത്ത ചൂട് അനുഭവപ്പെടുന്ന പാലക്കാട്ട് ഇന്നും ശരാശരി താപനില 40 ഡിഗ്രിക്ക് മുകളിലായിരുന്നു. ആലപ്പുഴ അമ്പലപ്പുഴയിൽ വോട്ട് ചെയ്തു മടങ്ങിയ കാക്കാഴം സുശാന്ത് ഭവനിൽ പി സോമരാജൻ മരണപ്പെട്ടു. 67 വയസ്സായിരുന്നു. കോഴിക്കോട് ടൗൺ LDF ബൂത്ത് ഏജന്റും കുഴഞ്ഞു വീണു മരിച്ചു. 66-കാരനായ കുറ്റിച്ചിറ മാളിയേക്കൽ അനീസ് അഹമ്മദാണ് മരിച്ചത്. തിരൂർ നിരമറുതൂർ പഞ്ചായത്തിലെ വള്ളിക്കാഞ്ഞിരം LP സ്കൂളിലെ ബൂത്തിൽ ആദ്യ വോട്ട് ചെയ്ത മദ്രസാധ്യാപകൻ ഹൃദയസ്തംഭനത്തെ തുടർന്ന് മരണപ്പെട്ടു. ആലിക്കാനകത്ത് തട്ടാരക്കൽ സിദ്ദീഖാണ് മരിച്ചത്. 63 വയസ്സായിരുന്നു. ഇടുക്കിയിൽ വോട്ട് ചെയ്ത ശേഷം നടന്നു പോകുന്നതിനിടെ കുഴഞ്ഞു വീണ മറയൂർ കൊച്ചാരം സ്വദേശി വള്ളി മോഹനൻ മരിച്ചു. 47 വയസ്സായിരുന്നു. കോഴിക്കോട് നാദാപുരത്ത് വോട്ട് ചെയ്യാൻ ക്യൂ നിന്ന 63-കാരിയായ വളയം ചെറുമോത്ത് കുന്നുമ്മൽ മാമി കുഴഞ്ഞു വീണു മരിച്ചു. തൃശൂർ പേരാമംഗലം സ്കൂളിൽ വോട്ട് ചെയ്യാനെത്തിയ പേരാമംഗലം പുത്തൻ വീട്ടിൽ നാരായണൻ മരണപ്പെട്ടു. 77 വയസ്സായിരുന്നു. മലപ്പുറം പരപ്പനങ്ങാടിയിൽ വോട്ട് ചെയ്യാൻ ബൈക്കിൽ പോയ ആൾ വാഹനമിടിച്ചു മരിച്ചു. BM സ്കൂളിന് സമീപമുണ്ടായ അപകടത്തിൽ നെടുവാൻ സ്വദേശി ചതുവൻ വീട്ടിൽ സൈദു ഹാജിയാണ് മരിച്ചത്. 75 വയസ്സായിരുന്നു. ന്യൂസ് ഡെസ്ക് അമൃത TV.